എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് സാന്ത്വനം 2 സീരിയലിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ്. കണിമംഗലവും അതുപോലെ തന്നെ ദേവമംഗലവും എന്ന് പറയുന്ന രണ്ട് തറവാട്ടുകാർ തമ്മിലുള്ള മുട്ടൻ ഫൈറ്റിന്റെ ഒക്കെ ഒരു കഥയാണ് നമ്മുടെ സാന്ത്വനം 2 വരുന്നത്. എന്തായാലും നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ സാന്ത്വനം ഫസ്റ്റിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇത് വന്നതെങ്കിലും കഥയും കഥാപാത്രങ്ങളും ഒക്കെ മൊത്തത്തിൽ ചേഞ്ച് ആണ്. അപ്പം നേരെ നമുക്ക് ഇന്നത്തെ സാന്ത്വനം 2വിന്റെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ കഥാനായികയായിട്ടുള്ള ഗോമതി വീട്ടുമുറ്റത്ത് നിന്ന് കോലം വരയ്ക്കുകയാണ്. അപ്പൊ കോലം വരയ്ക്കുന്ന സമയത്ത് അവളുടെ തൊട്ടടുത്താണുള്ളത് കണിമംഗലം എന്ന് പറയുന്ന തറവാട്. ശരിക്കും പറഞ്ഞാല് ഗോമതി കണിമംഗലം തറവാട്ടിലെ ഒരു അംഗമാണ്. ആ വീട്ടിലെ അംഗമായിരുന്ന ഗോമതിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ച ആളാണ് ബാലേട്ടൻ എന്ന് വിളിക്കുന്ന ബാലൻ. അപ്പം ബാലൻ ദേവമംഗലം തറവാട്ടിലെ ആളുമാണ്. അങ്ങനെ ഈ രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധവും അതുപോലെ അവർ തമ്മിലുള്ള പിണക്കവും ഫൈറ്റും ഒക്കെയാണ് ഈ കഥയിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പം ഗോമതി കോലം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവള് ചുമ്മാ ഒന്ന് പോയി അവളുടെ സ്വന്തം വീട്ടിന്റെ പടിക്കലിട്ടിരിക്കുന്ന കോലം നോക്കുകയാണ്. ആഹാ, ഞങ്ങളെ വെട്ടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇവരിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും അവരുടെ വീട്ടിലെ കോലത്തെക്കാട്ടിലും വലിയൊരു കോലം തന്നെ ആയിരിക്കും ഞാൻ വരയ്ക്കുക എന്ന് വിചാരിച്ച് അവള് താൻ വരച്ചു വെച്ചിരിക്കുന്ന കോലം കുറച്ചുകൂടി ഒന്ന് വികസിപ്പിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവരുടെ വീട്ടുമുറ്റത്തേക്ക് ബാലൻ നടന്നു വരികയാണ്. ബാലന്റെ കയ്യിൽ ഒരു ചെറിയ പൊതിയൊക്കെ ഉണ്ട്. ബാലനെ കണ്ട പാടെ തന്നെ ഗോമതി ആണെങ്കിൽ അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും, ബാലേട്ടൻ കണ്ടല്ലോ ഞാൻ ആ വീട്ടിൽ പോയി എത്തി നോക്കുന്ന കാര്യം, അതുകൊണ്ട് ഇനിയിപ്പം അതിന്റെ പേരിലായിരിക്കും ഇന്ന് മുഴുവൻ വഴക്ക് നടക്കുന്നത്. ഭഗവാനെ, രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള പിണക്കമൊക്കെ മാറ്റി പഴയതുപോലെയൊക്കെ ആക്കി തരണേ എന്നും പറഞ്ഞ ഗോമതി അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ബാലൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ അപ്പുറത്തെ വീട്ടിലെ കാര്യം? അത് ഞാൻ വെറുതെ ഒന്ന് പോയി നോക്കിയതാ. എന്തായാലും ഇനി ഇവിടെ നിന്ന് അധികം നാടകം കളിക്കണ്ട, വേഗം വീട്ടിലേക്ക് നടക്ക്, എനിക്കൊരു ഗ്ലാസ് ചായ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ ഭയങ്കര വെപ്രാളത്തില് ഭർത്താവിനെ വളരെയധികം പേടിക്കുന്ന ഒരു നായിക കഥാപാത്രമാണ് ഗോമതി ദാ അകത്തേക്ക് പോകുന്ന സമയത്ത് അവരുടെ മക്കള്, രണ്ട് ആമക്കളും, അപ്പം ഒരുത്തനെ നമ്മളെ പിന്നീടാണ് കാണിക്കുന്നത്. മൂത്ത മകനാണെങ്കിൽ കുളിച്ച് റെഡിയായി ഈശ്വരനെയൊക്കെ പ്രാർത്ഥിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇളയ മകളായിട്ടുള്ള ആ ഒരു പെങ്കൊച്ചിനെയും കാണിക്കുന്നുണ്ട്. അവളാണെങ്കിലോ, അച്ഛൻ വന്നോ അമ്മേ? അയ്യോ ഞാൻ ഈ കുളിച്ചിട്ടേ ഇല്ല, അച്ഛൻ വന്നു കഴിഞ്ഞാൽ ബഹളം വെക്കുമല്ലോ, കുളിക്കാതെ നിൽക്കുന്നു എന്നും പറഞ്ഞ് എന്നെ ചീത്ത പറയുമെന്നും പറഞ്ഞ് ആ പെങ്കൊച്ചാണെങ്കിൽ തൻ്റെ രണ്ടാമത്തെ ചേട്ടൻ കുളിച്ചു വരുന്ന അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു തോർത്ത് വാങ്ങി അവളുടെ തലയിൽ കെട്ടി. ഇപ്പൊ എന്നെ കണ്ട കുളിച്ച പോലെ തോന്നുമോന്ന് ചോദിക്കുമ്പോൾ, മോളെ അച്ഛനെ പറ്റിക്കാനൊന്നും നോക്കണ്ടെന്നും പറഞ്ഞ് ഗോമതി അവിടെ ചെവിക്കൊന്നും നുള്ളുകയാണ്. അങ്ങനെ അവൾ കുളിക്കാൻ പോകുന്ന ആ ഒരു സമയമാണെങ്കിലോ ഇനിയിപ്പോ എന്ത് ചെയ്യും? ആര്യനും അതേപോലെ ധർമ്മനും എഴുന്നേറ്റിട്ടില്ലല്ലോ. ധർമ്മൻ എന്ന് പറയുന്നത് നമ്മുടെ ഗോമതിയുടെ ആങ്ങളെയാണ്. ആര്യൻ എന്ന് പറയുന്നത് ഏറ്റവും ഇളയ മകനുമാണ്. അങ്ങനെ അവന്മാര് രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ലല്ലോ. ഇനിയിപ്പം ബാലേട്ടൻ കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്നും പറഞ്ഞ് ഗോമതി ധൃതിപ്പെട്ട് അവരെ എഴുന്നേൽപ്പിക്കാൻ പോകുന്ന ആ ഒരു സമയം, തക്ക സമയത്ത് തന്നെ ബാലനകത്തോട്ട് കയറി വരികയാണ്. അപ്പൊ ബാലൻ വന്ന പാടെ തന്നെ, നിങ്ങളുടെ ഇത്രയും വർഷത്തെ ഈ ഒരു പരിപാടി അവസാനിപ്പിക്കാറായില്ലേ ബാലേട്ടാ? ഇതും ഇങ്ങനെ രാവിലെ തന്നെ പലഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാവും, ഈ ശീലം നല്ലതല്ല കേട്ടോ എന്ന് പറഞ്ഞ് ബാലനെ ഇങ്ങനെ സ്നേഹപൂർവ്വം ശാസിക്കുന്ന ആ ഒരു സമയത്ത് ബാലൻ പറയാണ്, എൻ്റെ ആര്യന് 2 വയസ്സുണ്ടായിരുന്ന സമയം തൊട്ട് ഞാൻ ഈ ശീലം തുടങ്ങിയതല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ചേട്ടൻ്റെ കട തുറക്കുന്നത് തന്നെ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അതും ഇത്ര രാവിലെ തന്നെ. ഞാൻ ആ കടയിൽ പോയി ചൂടുള്ള ഉഴുന്നുവട വാങ്ങിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളെല്ലാവരും കാത്തിരുന്നത്. അതുകൊണ്ട് എല്ലാവരും കഴിച്ചോ മോളെ, ഇത് ചേട്ടന്മാർക്കും അമ്മയ്ക്കും ഒക്കെ കൊടുക്കണമെന്നും പറഞ്ഞ് സ്നേഹത്തോടു കൂടി തന്റെ ഇളയ പുത്രിക്ക് ബാലൻ ആ പൊതി കൈമാറുകയാണ്. അന്നേരം ഈ സമയത്താണെങ്കിലോ, അല്ല ആര്യനും ധർമ്മനും എഴുന്നേറ്റില്ലെന്ന് ചോദിക്കുമ്പം, അവര് എഴുന്നേറ്റു ബാലേട്ടാ, അവരിതാ കുളിക്കാൻ കയറി കാണും, ഞാനിപ്പോ വരാം കേട്ടോ. അല്ല നിന്നോട് ഞാനൊരു ചായ ചോദിച്ചായിരുന്നു, അതെന്താ തരാത്തേന്ന് ചോദിക്കുമ്പം, അത് ബാലേട്ടാ ഞാൻ ഇപ്പൊ തന്നെ ചായ ഇട്ടുകൊണ്ട് വരാം, ബാലേട്ടൻ സമാധാനപ്പെടുന്നും പറഞ്ഞ് അവൾ ഓടിപ്പോവാണ് ആര്യന്റെ റൂമിലേക്ക്. ആര്യനും അതുപോലെ നമ്മുടെ ഗോമതിയുടെ ആങ്ങളെയായിട്ടുള്ള ധർമ്മനും നല്ല ഉറക്കം തന്നെയാണ്. എടാ എഴുന്നേക്കടാ, ധർമ്മ എഴുന്നേക്ക്, അളിയൻ വരുന്നുണ്ട്, ബാലേട്ടൻ കണ്ടു കഴിഞ്ഞാൽ അറിയാലോ നീ ഇന്ന് തല്ലുകൂട്ടി വാങ്ങുമെന്നൊക്കെ പറഞ്ഞ് ആര്യനോടും ശകാരിക്കുമ്പോഴത്തേക്കിനും, അമ്മ ഒരു ഇച്ചിരി സമയം കൂടെ ഞങ്ങളൊന്ന് ഉറങ്ങിക്കോട്ടെ, ഈ അളിയനെ കൊണ്ട് തോറ്റു എന്നും പറഞ്ഞ് ധർമ്മം പതിയെ പുതപ്പ് പൊക്കി ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന ആ ഒരു സമയത്താണെങ്കിൽ കറക്റ്റായിട്ട് ബാലൻ അവിടെ വരികയാണ്. ബാലൻ വന്നതും ഇതാണല്ലേ നിന്റെ ആങ്ങളെയും നിന്റെ മകനും കൂടി കുളിക്കുവാണെന്ന് പറഞ്ഞത്, ഇപ്പൊ രണ്ടിനെ ശരിയാക്കാന്നും പറഞ്ഞ് ബാലൻ അങ്ങ് പോകുന്ന
സമയം ഇനിയിപ്പം അളിയൻ എന്തായാലും കണ്ട സ്ഥിതിക്ക് ഇനി അളിയൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്നും പറഞ്ഞ് ധർമ്മൻ വീണ്ടും പുതച്ചുമൂടി കിടക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കിനും തന്നെ നമ്മുടെ ബാലൻ ഒരു ബക്കറ്റ് വെള്ളവുമായിട്ട് അവിടെ വന്നു. കിടന്നുറങ്ങുന്ന ആര്യന്റെയും അതുപോലെ തന്നെ ധർമ്മന്റെയും തലവഴി വെള്ളം കമത്തുന്ന സമയത്ത് എൻ്റെ അച്ഛ ഇതെന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ച് ആര്യൻ എഴുന്നേറ്റ് വന്ന പാടെ നമ്മുടെ ബാലൻ ആര്യനോട് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അതിൽ നിന്ന് നമുക്കും ഒരു കാര്യം മനസ്സിലായി, ബാലന് മറ്റു മക്കളെക്കാട്ടിലും ഏറ്റവും താല്പര്യം കുറവായിട്ട് തോന്നിയിട്ടുള്ളത് ആര്യനെ തന്നെയാണ്. പക്ഷെ തൻ്റെ മകനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഗോമതി ആണെങ്കിൽ ബാലനോട് പറയുന്നുണ്ട്, അതെ ഇങ്ങനെയൊന്നും അവനെ ശകാരിക്കല്ലേ, അവൻ ഇച്ചിരി സമയം ഒന്ന് കിടന്ന് ഉറങ്ങിയെന്നല്ലേ ഉള്ളൂ. ഗോമതി, നീ ഒറ്റൊരുത്തിയാണ് ഇവന്റെ എല്ലാ വഷളത്തരത്തിനും വളം വെച്ച് കൊടുക്കുന്നത്, അതുകൊണ്ട് അത് എൻ്റെ അടുത്ത് നടക്കില്ല എന്നും പറഞ്ഞ് ബാലൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്ന സമയത്ത് ആര്യനാണെങ്കിലോ ഈ അച്ഛൻ ഒരിക്കൽ ചിന്തിക്കും ഞാനും അച്ഛൻ്റെ മകനാണ് എന്നുള്ള കാര്യമൊന്നും പറഞ്ഞ് അവനും ദേഷ്യപ്പെട്ട് പോവാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് അപ്പറെ കണിമംഗലം തറവാടാണ്. ആ തറവാട്ടിലേക്ക് ഒരു 2-3 പേര് വിരുന്ന് വരിക. അവര് വരുന്ന ആ ഒരു സമയത്താണെങ്കിലോ ആ വീട്ടിലെ അച്ഛമ്മയും അതുപോലെ തന്നെ മറ്റംഗങ്ങളും ഒക്കെ കൂടി ആ വിരുന്ന് വന്നവരെ സ്വീകരിച്ചിരുത്തുക. ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിലെ പെങ്കൊച്ചിനെ പെണ്ണ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് അവർ വന്നിട്ട്. അങ്ങനെ ആ വീട്ടിലെ മൂത്ത കാർന്നോത്തിയായിട്ടുള്ള ആ ഒരു അമ്മ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗോമതിയുടെ അമ്മയും കൂടിയാണ്. ആ അമ്മ ആ വീട്ടിലെ അംഗങ്ങളെയൊക്കെ വന്ന ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പം അവർ പെണ്ണിനെ കാണാൻ താല്പര്യം കാണിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ പെണ്ണും അങ്ങ് വന്നു. അവളെ കണ്ടതും ചെറുക്കന് നന്നേ ബോധിച്ചു. അപ്പം എന്തായാലും എന്തുകൊണ്ട് നിങ്ങളുടെ തറവാട്ട് മഹിമയും അതുപോലെ തന്നെ നിങ്ങളെ എല്ലാവരുടെയും പെരുമാറ്റം കൊണ്ടും നിങ്ങളെ ഞങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്കിത് കല്യാണമായിട്ട് തന്നെ ആലോചിക്കാം, മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് ആ വീട്ടിൽ നിന്നും യാത്ര തിരിക്കുന്ന ആ ഒരു സമയം നമ്മുടെ ആര്യനാണെങ്കിൽ കുളിക്കാൻ കയറുകയാണ്. എത്ര ശ്രമിച്ചിട്ടും പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നില്ല. അപ്പം ആര്യനാണെങ്കിലോ അമ്മയെന്ന് വിളിച്ച് ഗോമതിയെ വിളിച്ച് ഒച്ചപ്പാടുണ്ടാക്കുമ്പം ബാലൻ അങ്ങ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവൻ എന്താ പ്രശ്നം, ഇവനിപ്പോ എന്തിനാ പുറത്തെ ബാത്റൂമിൽ പോയി കുളിക്കുന്നത്, അവൻ ഈ അകത്തെ ബാത്റൂമിൽ കുളിച്ചാ പോരെ, ടാങ്കിൽ നീ വെള്ളം അടിച്ചിട്ടില്ലേ ഗോമതി എന്ന് ചോദിക്കുമ്പം അവനാണെങ്കിൽ ആ കോർപ്പറേഷൻ പൈപ്പിൽ നിന്നുള്ള വെള്ളേ പിടിക്കുകയുള്ളൂ, അതുകൊണ്ട് അവൻ ആ ബാത്റൂമിൽ പോയി കുളിക്കുന്നത്. അതെന്താന്ന് അറിയില്ല ബാലേട്ടാ, ടാങ്കറിന് എന്തോ പ്രശ്നം പറ്റിയതാന്ന് തോന്നുന്നു, എന്തായാലും ഒന്ന് നോക്ക് ബാലേട്ടാന്നും പറഞ്ഞ് ഗോമതി ബാലനെ നിർബന്ധിച്ച് വെളിയിൽ ഇറക്കുകയാണ്. അപ്പൊ ബാലൻ വന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ച ഇവരുടെ ആ ഒരു പൈപ്പ് ലൈൻ പോയിരിക്കുന്ന വശത്താണ് ശരിക്കും നമ്മുടെ കനിമംഗലം തറവാട്ടിലേക്ക് വന്ന ആൾക്കാർ, പെണ്ണുകാഴ്ചക്കാരുണ്ടല്ലോ, അവരുടെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിരുന്നത്. ആ വണ്ടി കിടന്നത് കൊണ്ടാണ് പൈപ്പ് പൊട്ടിയതും വെള്ളം ഇങ്ങോട്ട് വരാതെ ഇരിക്കുന്നതും. അത് കണ്ട് ബാലന് ദേഷ്യം വരിക. ഇത് മനഃപൂർവ്വം ഞങ്ങളെ തറ പറ്റിക്കാൻ വേണ്ടി കണിമംഗലംകാർ ചെയ്തതാണ് എന്നും പറഞ്ഞ് ബാലൻ ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. അപ്പം കഴിയാവുന്ന രീതിയിലൊക്കെ ആര്യനും അതുപോലെ നമ്മുടെ ഗോമതിയും ഒക്കെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ പെണ്ണുകാഴ്ചക്കാർ വരുന്ന സമയത്ത് നിങ്ങളോട് ആരാ പറഞ്ഞത് എൻ്റെ വീട്ടുപടിക്കൽ വന്ന് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്? അതെ, നിങ്ങൾ കാരണം നിങ്ങളെ അവര് പറഞ്ഞ് ചെയ്യിച്ചതായിരിക്കുമല്ലോ, അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്കുള്ള പൈപ്പ് കണക്ഷനാ പൊട്ടിപ്പോയി. പൂർവ്വം ഞങ്ങളോട് പ്രശ്നം ഉണ്ടാക്കാനാണോ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും ആ വന്ന വിരുന്നുകാർക്കാണെങ്കിലും ഒരു കാര്യം അറിയില്ല. ഈ 2 വീട്ടുകാർ തമ്മിലുള്ള ഒരു ശത്രുതയും ഇവർക്ക് തങ്ങളിൽ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളിത് നിങ്ങളുടെ വീടാണെന്നോ അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ പ്രശ്നമാണെന്നോ ഒന്നും അറിഞ്ഞിട്ടല്ല. ഞങ്ങൾ വണ്ടി ഇവിടെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തു, അത്രമാത്രമേ ഉള്ളൂ, ഇപ്പം മാറ്റിത്തരാമെന്നും പറഞ്ഞ് അവർ വണ്ടി എടുത്ത് മാറ്റാൻ തുടങ്ങുന്ന സമയത്താണ് ബാലൻ അപ്പുറം നിൽക്കുന്ന നമ്മുടെ ഗോമതിയുടെ ആങ്ങളമാരെ വെല്ലുവിളിക്കുന്നത്. അപ്പം അവരുടെ ഭാര്യമാരും അതുപോലെ അമ്മയും കൂടി മാക്സിമം തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്മാരും ഒട്ടും പിന്നോട്ടല്ല. തങ്ങളുടെ പെങ്ങളെ കല്യാണം കഴിച്ചതും പോരാ, അവളെയും കൂട്ടി തങ്ങളുടെ വീട്ടുപടിക്കൽ തന്നെ സ്ഥിരതാമസമാക്കി വെച്ചിരിക്കുകയാണ് ബാലന്റെ അഹങ്കാരം ഇന്ന് തീർക്കണമെന്നും പറഞ്ഞ് അവളുടെ ആങ്ങളമാർ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുന്ന സമയം വലിയൊരു വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മുടെ ഗോമതിയും അവരുടെ അമ്മയും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവർ തങ്ങളെ തല്ലാനായിട്ട് ഒരുങ്ങി തയ്യാറായി വരുന്നത് കാണിക്കുകയാണ്. അപ്പം എന്തായാലും 2 കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സാന്ത്വനം 2ന്റെ വിശേഷത്തിലുള്ളത്. അപ്പം എല്ലാവരും കാണുക. എനിക്ക് ഏകദേശം ഈ ഒരു സീരിയൽ കണ്ടപ്പോൾ തോന്നിയത് നമ്മുടെ കാര്യസ്ഥൻ മൂവി പോലെയൊക്കെ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഞാൻ ശരിക്കും നമ്മുടെ ദേവേട്ടത്തെയും അതുപോലെ ബാലേട്ടനെയും അഞ്ജുനെയും ശിവനെയും അപ്പൂനെയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളും ഒക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പം എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ വരുന്നത് സാന്ത്വനം 2ന്റെ ഈ കഥയാണ്. ഈ കഥ കാണുക, എല്ലാവരും സഹകരിക്കുക. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക്